ഹായ് എവരിവൺ, ഈസി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് അവസാനത്തെ ടോപ്പിക്കാണ്. അവസാനത്തെ ടോപ്പിക്കിൻ്റെ റേഷ്യോ ആണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ് ആണ്. അതിൽ തന്നെ 4 റേഷ്യോസ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെ നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ഏണിങ്സ് പെർ ഷെയറും, രണ്ടെന്ന് പറയുന്നത് പ്രൈസ് ടു ഏണിങ്സ് റേഷ്യോ, മൂന്നെന്ന് പറയുന്നത് പ്രൈസ് ടു ബ്രേക്ക് റേഷ്യോ, നാലെന്ന് പറയുന്നത് പ്രൈസ് ടു സെയിൽസ് റേഷ്യോ. ഓരോ റേഷ്യോയുടെ ഷോർട്ട് ഫോം ആണ് ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്നത്. ഏണിങ്സ് പെർ ഷെയറിൻ്റെ ഷോർട്ട് ഫോം ആണ് EPS, പ്രൈസ് ടു ഏണിങ്സിൻ്റെ ഷോർട്ട് ഫോം ആണ് P-E, പ്രൈസ് ടു ബ്രേക്കിൻ്റെ ഷോർട്ട് ഫോം ആണ് P-B, പ്രൈസ് ടു സെയിൽസിൻ്റെ ഷോർട്ട് ഫോം ആണ് P-S. നമുക്ക് ഓരോ റേഷ്യോസ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ റേഷ്യോ എന്ന് പറയുന്നത് ഏണിങ്സ് പെർ ഷെയർ ആണ്. അതിൻ്റെ ഷോർട്ട് ഫോം ആണ് EPS. EPS കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ക്വസ്റ്റിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, ഇക്വേഷൻസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡിൽ, അതായത് ഈ ഒരു ഇക്വേഷനകത്ത് ഈ ഒരു റേഷ്യോനകത്ത് നമുക്ക് 2 പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ അപ്ലൈ ചെയ്യും. ഓക്കെ, അതിലൊരു ഇക്വേഷനെ നമുക്ക് നോക്കാം. EPS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നെറ്റ് ഇൻകം മൈനസ് പ്രിഫേർഡ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ്. അപ്പോൾ EPSന്റെ ഇക്വേഷൻ പറഞ്ഞ് നെറ്റ് ഇൻകം മൈനസ് പ്രിഫേർഡ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 4 ലക്ഷം, പ്രിഫേർഡ് ഡിവിഡൻസ് എന്ന് പറയുന്നത് 20,000, നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ് എന്ന് പറയുന്നത് 95,000 ആണ്. എന്നിട്ട് പറയാണ് കാൽക്കുലേറ്റ് EPS. അപ്പോൾ EPS കണ്ടുപിടിക്കാനായിട്ട് വർദ്ധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ EPSന്റെ ഇക്വേഷൻ നോക്കി. നെറ്റ് ഇൻകം മൈനസ് പ്രിഫേർഡ് ഡിവിഡൻഡ് അതിനകത്തുണ്ടോ നോക്കി. കണ്ടോ, നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ 4 ലക്ഷമാണ്, പ്രിഫേർഡ് ഡിവിഡൻസ് എന്ന് പറയുന്നത് 20,000 ആണ്. താഴെ തുടക്കുന്നത് നമ്പർ ഓഫ് ഓർഡിനറീസ് അല്ലേ, അതുണ്ടോ നോക്കി. കണ്ടോ, നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ് എത്രയാണ്, 95,000. അപ്പോൾ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലയോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ ആദ്യമായിട്ട് വാല്യൂ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കി, EPS ഈക്വൽ ടു നെറ്റ് ഇൻകം മൈനസ് പ്രിഫേർഡ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ്. നെറ്റ് ഇൻകം എത്ര തന്നിരിക്കുന്നത്, 4 ലക്ഷം, പ്രിഫേർഡ് ഡിവിഡൻസ് എത്ര തന്നിരിക്കുന്നത്, 20,000. അപ്പോൾ 4 ലക്ഷം മൈനസ് 20,000 കൊടുക്കുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓർഡിനറി ഷെയർസ് എത്രയാണ്, 95,000 ആണ്. അപ്പോൾ നമുക്ക് താഴെ 95,000 കൊടുക്കാം. എന്നിട്ട് 4 ലക്ഷത്തിൽ നിന്ന് 20,000 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും, ആ കിട്ടുന്ന വാല്യൂവിന് 95,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 4 കിട്ടും. എന്നിട്ട് കിട്ടുന്ന ആൻസറോടൊപ്പം പെർ ഷെയർ എന്ന് കൊടുക്കാം അല്ലേ. അവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഏണിങ്സ് പെർ ഷെയറിന് പഠിക്കണം. അപ്പോൾ നമുക്ക് ഏണിങ്സ് എത്ര അടിക്കുന്നത്, 4 ആണ് അല്ലേ. അപ്പോൾ ഒരു ഷെയറിന് 4 രൂപ വെച്ചാണ്. ഓക്കെ, അതാണ് 4 പെർ ഷെയർ എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇൻഡയറക്റ്റ് ഇക്വേഷൻ ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് EPS ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ. നോക്കി, ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 5 ലക്ഷമാണ് തന്നിരിക്കുന്നത്. അത് ഒരു ഷെയറിന് 10 രൂപ വെച്ചാണ് അത് ബ്രാക്കറ്റ് എടുത്ത് പറയുന്നത്. കണ്ടല്ലോ, ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പറയുമ്പോൾ മൊത്തം എത്ര രൂപയായി, 5 ലക്ഷം രൂപയായി. അപ്പോൾ ഒരു ഷെയറിന് എത്ര രൂപയാണ്, 10 രൂപ വെച്ചാണ്. കണ്ടല്ലോ. ഓക്കെ, 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 4 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. അതിൽ ഒരു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണ് 50 രൂപ. കണ്ടല്ലോ, ആ 50 രൂപ കൊണ്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ഈ 4 ലക്ഷം കിട്ടുന്നത്. അടുത്തത് റേറ്റ് ഓഫ് ടാക്സ് 50% ഓഫ് നെറ്റ് പ്രോഫിറ്റ്. അതായത് നെറ്റ് പ്രോഫിറ്റിൻ്റെ 50% ടാക്സ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് താഴെ പറയാണ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എത്ര രൂപ, 1,80,000. കണ്ടല്ലോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചുകൊണ്ട് EPS കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇൻഡയറക്റ്റ് ഇക്വേഷൻ വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇവിടെ നോക്കിയതാണ്ട് EPS ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഈക്വിറ്റി ഷെയർസ്. ഇതാണ് EPSന്റെ ഇൻഡയറക്റ്റ് ഇക്വേഷൻ. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റിന് ബേസുള്ള ഇൻഡയറക്റ്റ് ക്വസ്റ്റിൻ്റെ ഇക്വേഷനാണ് ഈ ഇൻഡയറക്റ്റ് ഇക്വേഷൻ ഇരിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ EPSന്റെ ഇക്വേഷൻ പറഞ്ഞ് നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഈക്വിറ്റി ഷെയർസ്. അതിൽ നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ അതെന്തോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മൈനസ് പ്രിഫറൻസ് ഡിവിഡൻഡ്. അപ്പോൾ എന്താണ് ഇക്വേഷൻ, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മൈനസ് പ്രിഫറൻസ് ഡിവിഡൻഡ്. നമുക്ക് ക്വസ്റ്റിന് തന്നിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ അതിലോട്ട് മാറ്റണം, ആഫ്റ്ററിലോട്ട് മാറ്റണം.
അപ്പോൾ നമുക്ക് അത് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ താഴെ നോക്കി, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഇൻറ്റു ടാക്സ് റേറ്റ് ആണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ ടാക്സ് കഴിഞ്ഞുള്ള നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഇൻറ്റു ടാക്സ് റേറ്റ്. ഇവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ടാക്സ് എത്ര നിൽക്കുന്നത്, നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എത്ര 1,80,000. ടാക്സ് റേറ്റ് എത്രയാണ് 50%. അപ്പോൾ ഈ 50% ഇപ്പോൾ എത്രയാണ് 50/100 അല്ലേ. അപ്പോൾ നമുക്കിതാ 1,80,000 ഇൻറ്റു 50/100. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 90,000 കിട്ടി. കണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് അടുത്തത്, പ്രിഫറൻസ് ഡിവിഡൻഡ് വേണം അല്ലേ. അപ്പോൾ പ്രിഫറൻസ് ഡിവിഡൻഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്ര തന്നിരിക്കുന്നത്, 4 ലക്ഷം രൂപയാണ് അല്ലേ. അപ്പോൾ ഈ 4 ലക്ഷത്തിൻ്റെ എത്ര ശതമാനം എടുത്താൽ മതി, 10% എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, പ്രിഫറൻസ് ഡിവിഡൻഡ് കിട്ടും. അതാണ് താഴെ ഇരിക്കുന്നത്. പ്രിഫറൻസ് ഡിവിഡൻഡ് ഈസിക്കൽ ടു 4 ലക്ഷം ഇൻറ്റു 10/100. അപ്പോൾ എത്ര കിട്ടി, 40,000 കിട്ടി. കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നോക്കി, അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സും ടാക്സ് റേറ്റും കൂടെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഇനി പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പറഞ്ഞിരിക്കുന്നത് 4 ലക്ഷം രൂപയിലെ ആ 4 ലക്ഷത്തിൻ്റെ 10% വെക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പ്രിഫറൻസ് ഡിവിഡൻഡ് കിട്ടും. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നോക്കിതാ, നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഈസിക്കൽ ടു 90,000 മൈനസ് 40,000. അതായത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 90,000, പ്രിഫറൻസ് ഡിവിഡൻഡ് 40,000. അപ്പോൾ നമ്മളത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടി, 50,000 രൂപ കിട്ടി. കണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്ത് എന്താ വേണ്ടത്, നമ്പർ ഓഫ് ഈക്വിറ്റി ഷെയർസ് വേണം അല്ലേ. അപ്പോൾ ഈ നമ്പർ ഓഫ് ഈക്വിറ്റി ഷെയർസ് എന്ന് പറയുമ്പോൾ ആരെ ഉദ്ദേശിക്കുന്നത്, ഈക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെയാണ് അല്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കിയതാ, നമ്പർ ഓഫ് ഈക്വിറ്റി ഷെയർസ് ഈക്വൽ ടു 5 lakh ഇൻറ്റു 10/100. അപ്പോൾ ഈ 10 എന്ന് പറയുന്നത് ഏതാ ഉദ്ദേശിക്കുന്നത്, താണ്ടെ 10% കേട്ടോ. അത് രണ്ടുപേരും കൂടെ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ 5 ലക്ഷത്തിൻ്റെ എത്ര ശതമാനം, 10% എടുക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 50,000 കിട്ടും. കണ്ടോ, നമ്പർ ഓഫ് ഈക്വിറ്റി ഷെയർസ് ഈക്വൽ ടു തെറ്റി. നമ്പർ ഓഫ് ഈക്വിറ്റി ഷെയർസ് എന്ന് പറയുമ്പോൾ മൊത്തം ഈക്വിറ്റി ഷെയർസ് എത്ര തന്നിരിക്കുന്നത്, 5 lakh ആണ് തന്നിരിക്കുന്നത് അല്ലേ. ഒരു ഷെയറിന് എത്ര വെച്ചാണ്, 10 രൂപയാണ്. അപ്പോൾ എത്ര ഷെയർ ഉണ്ടെന്ന് അറിയണ്ടേ. അപ്പോൾ എത്ര ഷെയർ ഉണ്ടെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, 5 ലക്ഷത്തിന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര ആൻസർ, 50,000 കിട്ടും. അപ്പോൾ ഇവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഇവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾ 5 ലക്ഷം ഡിവൈഡഡ് ബൈ എത്ര കൊടുക്കണം, 10 കൊടുക്കണം കേട്ടോ. 10/100 കൊടുക്കണ്ട, അത് കട്ട് ചെയ്യണം. ഓക്കെ, 5 lakh ഡിവൈഡഡ് ബൈ 10 കൊടുക്കണം. അപ്പോൾ എത്ര ആൻസർ, 50,000 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്പർ ഓഫ് ഈക്വിറ്റി ഷെയർസ് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി പറയാം. നമ്പർ ഓഫ് ഈക്വിറ്റി ഷെയർസ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മൊത്തം എത്രയാണ്, 5 lakh ആണ്. ഒരു ഷെയറിന് എത്ര വെച്ചെന്ന് പറഞ്ഞ് 10 രൂപ വെച്ചാണ് അല്ലേ. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഷെയർസ് അറിയണമെങ്കിൽ ഈ തന്നിരിക്കുന്ന 5 lakhന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 50,000 കിട്ടും. മനസ്സിലായോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ്, നമ്പർ ഓഫ് ഈക്വിറ്റി ഷെയർസ് ഈക്വൽ ടു 5 lakh ഡിവൈഡഡ് ബൈ 10 കൊടുക്കണം, ഇൻറ്റു 10/100 കൊടുക്കരുത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നേരെ പോകാം, EPSലോട്ട് പോകാം അല്ലേ. അപ്പോൾ EPS ഇക്വേഷൻ അറിയാലോ, നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഈക്വിറ്റി ഷെയർസ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ എത്ര കിട്ടി നമുക്ക്, 50,000 എത്ര കിട്ടി, 50,000 കിട്ടി അല്ലേ. നമ്പർ ഓഫ് ഈക്വിറ്റി ഷെയർസ് കിട്ടി, 50,000 കിട്ടി. അപ്പോൾ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ EPS ഈക്വൽ ടു 50,000 ഡിവൈഡഡ് ബൈ 50,000 ഈസിക്കൽ എത്രയും 1 per ഷെയർ. നമ്മൾ ഓൾറെഡി ഇക്വേഷൻ എഴുതിയത് കൊണ്ട് വീണ്ടും ഇക്വേഷൻ ഇടേണ്ട ആവശ്യമില്ല, വാല്യൂ റീപ്ലേസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഈക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് 50,000, നമ്പർ ഓഫ് ഈക്വിറ്റി ഷെയർസ് ആണ് 50,000. അപ്പോൾ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 1 കിട്ടും. എന്നിട്ട് പെർ ഷെയറിന് കൊടുക്കണം. കണ്ടല്ലോ, ഒരു ഷെയറിന് 1 രൂപ വെച്ചാണ്. കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ റേഷ്യോ കഴിഞ്ഞു EPS. അപ്പോൾ EPSന് 2 ഇക്വേഷൻ ഉണ്ട്, ഒരു ഡയറക്റ്റ് ക്വസ്റ്റൻ ഉണ്ട്, ഇൻഡയറക്റ്റ് ക്വസ്റ്റൻ ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ വരുന്നുണ്ട്, ഇൻഡയറക്റ്റ് ഇക്വേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് പ്രോബ്ലം, ഇൻഡയറക്റ്റ് പ്രോബ്ലം കേട്ടോ. ഇനി രണ്ടാമത്തെ ഇക്വേഷനാണ് പ്രൈസ് ടു ഏർണിങ്സ് റേഷ്യോ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നോക്കി, പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ. കണ്ടല്ലോ. ഓക്കെ, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കി, 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ 80 രൂപയാണ്. EPS എന്ന് പറയുന്നത് 4 രൂപയാണ്. കാൽക്കുലേറ്റ് PE റേഷ്യോ.
അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ തന്നെ കിടപ്പുണ്ട് ഈ ക്വസ്റ്റ്യൻ്റെ സംഭവം ഉണ്ട്. കണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു പി ഇ റേഷ്യോ ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏണിങ് പെർ ഷെയർ അല്ലേ. മാർക്കറ്റ് പ്രൈസ് എത്ര ഇരിക്കുന്നത് 80 രൂപയല്ലേ. EPS എത്ര പഠിക്കുന്നത് 4 രൂപയല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ടു 80/4 എന്ന് കൊടുക്കാം. ഈസിക്കട്ട് എത്ര വരും, 20 ടൈംസ് വരും. കണ്ടല്ലോ. അപ്പോൾ പി ഇ റേഷ്യോ കണ്ടുപിടിക്കാറുമ്പോൾ ടൈംസ് ആണ് കൊടുക്കേണ്ടത് കിട്ടുന്ന ഉത്തരത്തിനകത്ത്. ഓക്കെ അല്ലേ. ഓക്കെ. അപ്പോൾ ഇത് ഡയറക്റ്റ് ഇക്വേഷനുമാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യനുമാണ്. കണ്ടല്ലോ. അപ്പോൾ രണ്ടാമത്തെ സെഷൻ ഏതാണ്, പ്രൈസ് ടു ഏണിങ്സ് ആണ്. അപ്പോൾ ഇക്വേഷൻ പറഞ്ഞ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏണിങ് പെർ ഷെയർ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും 2 വാല്യൂസ് ഉണ്ടോ, ആ 2 വാല്യൂസ് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, പി ഇ റേഷ്യോ കിട്ടി. അപ്പോൾ കിട്ടുന്ന ആൻസർ ചെയ്യണം, ടൈംസും കൂടെ ചേർക്കണം. ഇനി മൂന്നാമത്തെ റേഷ്യോ ആണ് പ്രൈസ് ടു ബ്രേക്ക് റേഷ്യോ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നോക്കി, മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ പെർ ഷെയർ. കണ്ടല്ലോ. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ പെർ ഷെയർ. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ തന്നിരിക്കും, പക്ഷേ ബുക്ക് വാല്യൂ പെർ ഷെയർ തരത്തില്ല. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷനാണ് താഴെ ഇരിക്കുന്നത്. അപ്പോൾ നോക്കി, ബുക്ക് വാല്യൂ പെർ ഷെയർ ഈക്വൽ ടു ടോട്ടൽ ഈക്വിറ്റി മൈനസ് പ്രിഫേർഡ് ഈക്വിറ്റി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. ബുക്ക് വാല്യൂ പെർ ഷെയർ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ടോട്ടൽ ഈക്വിറ്റി മൈനസ് പ്രിഫേർഡ് ഈക്വിറ്റി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോബ്ലം നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. ടോട്ടൽ ഈക്വിറ്റി എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. പ്രിഫേർഡ് ഈക്വിറ്റി എന്ന് പറഞ്ഞാൽ 0. ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് 50,000. കാൽക്കുലേറ്റ് എന്താണ്, PP റേഷ്യോ. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്ര ഐറ്റംസ് നിങ്ങൾ ചെയ്യണം, PP റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിയേ, പ്രൈസ് ബ്രേക്ക് റേഷ്യോ അല്ലേ ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ, മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ പെർ ഷെയർ. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ആദ്യം കിടക്കുന്ന വാല്യൂ 100 രൂപ. കണ്ടല്ലോ. ബുക്ക് വാല്യൂ പെർ ഷെയർ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യും. ബുക്ക് വാല്യൂ പെർ ഷെയർ ഈക്വൽ ടു ടോട്ടൽ ഈക്വിറ്റി മൈനസ് പ്രിഫേർഡ് ഈക്വിറ്റി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ടോട്ടൽ ഈക്വിറ്റി എത്ര തന്നിരിക്കുന്നത്, 10 ലക്ഷം തന്നിരിക്കുന്നത്. 10 ലക്ഷം ആണ്. പ്രിഫേർഡ് ഈക്വിറ്റിയോ 0 ആണ് അല്ലേ. ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസോ 50,000 രൂപ. അപ്പോൾ നമുക്കത് വാല്യൂ റീപ്ലേസ് ചെയ്താൽ പോലെ. അപ്പോൾ നോക്കി, 10 ലക്ഷം മൈനസ് 0 ഡിവൈഡഡ് ബൈ 50,000. കണ്ടല്ലോ. 10 ലക്ഷത്തിന് 0 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 10 ലക്ഷം കിട്ടും. ആ കിട്ടിയ വാല്യൂനെ 50,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര ആൻസർ 20 കിട്ടി. കണ്ടല്ലോ. ഇത് നമുക്ക് നേരിടെ പോകാം, PP റേഷ്യോയിലേക്ക് പോയിക്കൂടെ. അപ്പോൾ ഓൾറെഡി ഇക്വേഷൻ എഴുതി രണ്ടാമത് ഇക്വേഷൻ ഇട്ടാം, വാല്യൂ റീപ്ലേസ് ചെയ്താൽ പോലെ. അപ്പോൾ നോക്കി, PP റേഷ്യോ ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് പെർ ഷെയറിന്റെ വാല്യൂ എത്രയാണ്, 100 രൂപയാണ് അല്ലേ. അപ്പോൾ നമുക്ക് 100 ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ പെർ ഷെയർ എത്രയാണ്, 20 ആണ്. അപ്പോൾ താഴെ 20 കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, 100നെ 20 കൊണ്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ എത്ര വരും, 5 വരും. അവിടെയും എന്ത് ചെയ്യണം, ടൈംസ് എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, പ്രൈസ് ടു ബ്രേക്ക് റേഷ്യോ കിട്ടി. കണ്ടോ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ. ഓക്കെ. ഇനി അടുത്തതാണ് പ്രൈസ് ടു സെയിൽസ് റേഷ്യോ. അതിൻ്റെ ഇക്വേഷൻ ഒക്കെ, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ ആനുവൽ സെയിൽസ്. കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ തന്നിരിക്കും, ടോട്ടൽ ആനുവൽ സെയിൽസ് നമുക്ക് തരത്തില്ല. അപ്പോൾ നമ്മൾ അത് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിയാ, ടോട്ടൽ ആനുവൽ സെയിൽസ് എന്ന് പറയുമ്പോൾ സെയിൽസ് പെർ ഷെയർ ആണ്. അതായത് ഒരു ഷെയറിന്റെ സെയിൽസ് വെച്ചാണ് ടോട്ടൽ ആനുവൽ സെയിൽസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഒക്കെ, ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. ടോട്ടൽ ആനുവൽ സെയിൽസ് അല്ലെങ്കിൽ സെയിൽസ് പെർ ഷെയർ എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോബ്ലം നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ 150 ആണ്. ആനുവൽ റവന്യൂ എന്ന് പറഞ്ഞാൽ 15 ലക്ഷം. ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് എന്ന് പറഞ്ഞാൽ 50,000. എന്നിട്ട് പറയുന്നത് കാൽക്കുലേറ്റ് PS റേഷ്യോ. അപ്പോൾ നിങ്ങളുടെ ആൻസർ പറഞ്ഞ് PS റേഷ്യോയുടെ ഇക്വേഷൻ പറഞ്ഞ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ ആനുവൽ സെയിൽസ് അല്ലേ. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ആണ്. അത് എത്ര ഉണ്ട്, 150 തന്നിട്ടുണ്ട്. പക്ഷേ ടോട്ടൽ ആനുവൽ സെയിൽസ് തന്നിട്ടില്ല. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ ആനുവൽ സെയിൽസ് എന്ന് പറയുമ്പോൾ സെയിൽസ് പെർ ഷെയർ ആണ്, ഈക്വൽ ടു ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. ടോട്ടൽ റവന്യൂ എന്ന് പറയുമ്പോൾ ഏതാ ഉദ്ദേശിക്കുന്നത്, ആനുവൽ റവന്യൂ ആണ്. എത്ര ഉണ്ട്, 15 ലക്ഷം. ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ ആകുമ്പോൾ എത്രയാണ്, 50,000 അല്ലേ. അപ്പോൾ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ പോലെ. അപ്പോൾ നോക്കി, 15 ലക്ഷം ഡിവൈഡഡ് ബൈ 50,000. അപ്പോൾ എത്ര ആൻസർ 30 വരും. അതിലൂടെ ഡിവൈഡ് ചെയ്യും. അപ്പം കണ്ടല്ലോ. ഇനി നമുക്ക് നേരെ പോകാം, PS റേഷ്യോയിലേക്ക് പോയിക്കൂടെ. അപ്പോൾ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതിയുകൊണ്ട് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നോക്കിയാൽ PS റേഷ്യോ ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അപ്പോൾ എത്ര ഉണ്ട്, 150 ആണ്.
അപ്പോൾ നമ്മൾ മുകളിൽ 150 എഴുതി ഡിവൈഡ് ബൈ ടോട്ടൽ ആനുവൽ സൈസ് നമുക്ക് എത്ര അടിയാണ് 30 കിട്ടി. അപ്പോൾ താഴെ 30 എടുക്കണം. അപ്പോൾ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ തരുന്നു 5 കിട്ടും. അപ്പോൾ അവിടെയും ടൈംസ് ചെയ്യണം. അപ്പോൾ ഞാൻ അവിടെ എഴുതാൻ വിട്ടുപോലാണ് നിങ്ങളുടെ 5 ടൈംസ് ആണ് എഴുതാം. കണ്ടല്ലോ. അപ്പോൾ ഇത്ര വളരെ സിമ്പിളാണ്. നല്ലപോലെ പഠിച്ചെങ്കിൽ മാത്രമേ പ്രോബ്ലംസ് കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇക്വേഷൻസ് നല്ലപോലെ കാണാൻ പഠിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യാം ചോദിക്കാവുന്നതാണ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് ബ്ലോക്കിൽ രണ്ടാമത്തെ യൂണിറ്റിലെ തിയറിയാണ് ഇനി അടുത്തത് ഇടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.